അല്ല ആചാരേ നമ്മള് തിരുമേനിനെ കണ്ടിട്ട് 2 ദിവസമായില്ലോ. ആന്ന് 2-3 ദിവസമായല്ലോ. ഞാൻ 2 ദിവസം വിളിച്ചു, ഫോൺ എടുക്കണില്ല. പിന്നെ ഇപ്പൊ ഇന്നലെ വിളിച്ചപ്പോ ഫോൺ എടുത്തു, പക്ഷെ വർത്താനൊന്നൊരു സുഖമില്ല. എന്താ ഞാന് സാധാരണ ദിവസം രാവിലെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് പെരയിലെത്തിയിട്ട് തുണിയും കുപ്പായൊക്കെ മാറുമ്പോഴേക്കും മൂപ്പരവിടെ എൻ്റെ പെരൻ്റെ മുമ്പിൽ ആ വെളുക്കാലിൻ്റെ വീട്ടിൽ കടലാസ് വായിച്ചിട്ടുണ്ട. ഇപ്പോൾ എന്തേ പറ്റിയാവോ? അല്ല ആചാരേ, ഇരുമ്പാമ്പുളി ഉണ്ടോ വീട്ടില്? ഇരുമ്പാമ്പുളിനുള്ള വള്ളറച്ചുണ്ട്. മീൻപുളി അല്ലേ? അത് തന്നെ ഓർക്കാപ്പുളി എന്ന് അറിയും ചിലടത്ത്. അപ്പോ ആചാര്യ അല്ല, എന്താ എനക്കെന്താ ആവശ്യം? കൊളസ്ട്രോളിന് നല്ലതാന്ന് വാട്സപ്പിലോ മറ്റോ കണ്ടുല്ലോ. യൂട്യൂബിൽ നല്ലോണം എന്നാ വന്നോളി, എടുത്ത് കൊണ്ടേക്കോളി. അവിടെ കൊളസ്ട്രോളിന് അസലാന്നാണ് യൂട്യൂബിൽ പറയണത്. അതിലൊരു ഡോക്ടർ വന്നിരുന്നിട്ട് ഇങ്ങോട്ട് വിസ്തരിച്ച് പറയണേ. ഈ നടത്തം കണ്ടുപിടിച്ച തന്നെ യൂട്യൂബ് അല്ലടോ, വാട്സപ്പും അല്ലേ? ഞമ്മളെ ചെറുപ്പകാലത്ത് ഇപ്പൊ നടത്തണ്ട. നമ്മളന്ന് നടത്തം തന്നെയാണ്, പക്ഷെ എങ്ങനെ രാവിലെ എണീച്ചാണ്ട് ഇജാതി ഒരു നടത്തല്ല. യൂട്യൂബിലല്ലേ കൈ ഇങ്ങനെ വീഴ്ച നടക്കണം, കാലം അങ്ങനെ വെച്ച് നടക്കണം എന്നൊക്കെ പറയുന്നതായില്ലേ? ഇനി നമ്മളൊരു 5 മിനിറ്റ് ഇരുന്നിട്ട് നടക്കാം. നമുക്ക് നോക്കാം. എന്നാ നമുക്ക് ഇതായിട്ട് കേറ്റാ. 5 മിനിറ്റ് അടുക്ക് നിക്കണം എന്നുള്ളത്. എന്തേ തൽക്കാലത്തേക്ക് ഒരു അതാ ഞാൻ പറഞ്ഞു, ഇനി വേണമെങ്കിൽ അത് നമ്മക്ക് ഇടാം. അപ്പൊ ആൾക്കാർ അത് ചെയ്തോളൂ. ഇതിൽ ആരാ നമ്മുടെ അബോക്കർക്ക് എന്തോ പറ്റിയെന്നാളൊരു ഒരു ദിവസം നിങ്ങൾ പറഞ്ഞു. അബോക്കര് ഇപ്പോ പിന്നെ അവനാ മറ്റേ ഷുഗർ കുറക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ കുരുമുളക് ഇഞ്ചി എന്നൊക്കെ പറഞ്ഞ് കുറെ മരുന്ന് കഴിച്ച് പിന്നെ അവൻ ഗുളികയും മരുന്നൊക്കെ നിർത്തി ഓന് മാറിയെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞത്. പക്ഷേ പ്രമേഹമൊക്കെ മാറി. കൊഴിഞ്ഞും വീണു. അതിപ്പോ അപ്പൊ ആള് കുഴഞ്ഞ് ഇനി പ്രമേയം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ്. അത് യൂട്യൂബും വാട്സപ്പും ഒക്കെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. മരുന്നൊന്നും വേണ്ട, യൂട്യൂബിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതി. കൊറൊക്കെ ഞാനും അങ്ങനെയൊക്കെ തന്നെ ചെയ്യണത്. പിന്നെ നോയിക്കോളൂ. ഇഞ്ചിയും മറ്റേ കുരുമുളക് തുളസിന്റെ എല്ലാം നെല്ലിക്ക എന്നൊക്കെ പറഞ്ഞ് കൊറേ പറഞ്ഞിന്ന്. എന്നോടും പറഞ്ഞിന്ന്. ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. നമുക്ക് ഈ കുഴഞ്ഞ് എളുപ്പമാണ്. ഇടങ്ങറ വല്ലാത്ത ഇടങ്ങറല്ല. ഈ ക്യാൻസറിന് പറ്റിയ 2 ഔഷധ ചെടികളെ കുറിച്ച് പറയണ്ടല്ലോ, മുള്ളാത്തിയും പിന്നെ ലക്ഷ്മി തരും. അത് ഞാനും വീട്ടിൽ 2 വെച്ചിട്ടുണ്ടല്ലോ. അതിന് ഭയങ്കര വിലയാണ്. അതിനിപ്പോ ഭയങ്കര ഡിമാൻഡ് അല്ലേ? അതെയോ? ക്യാൻസർ വരില്ല, ക്യാൻസർ വന്നാൽ അങ്ങോട്ട് മാറിക്കോളും എന്നുണ്ട്. RCC-കാർ ഇതൊന്നും കേട്ടില്ലാവോ? അതോ ഇവിടുന്ന് വടക്കുന്ന് ഒരു വണ്ടി വൈകുന്നേരം തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. അതിലും മുഴുവനും ഈ ക്യാൻസർ രോഗികളാ. ഈ വക സാധനം കൊണ്ടൊക്കെ മാറുന്നുണ്ടെങ്കിൽ ആ റീജിയണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത് വെച്ച് പിടിപ്പിക്കൂല ചെങ്ങായിമാരെ. ഒരു പഴമാണ്, ആ പഴം കഴിച്ചാ മതി. ദിവസം ഇങ്ങനെ അതന്നെ ഇപ്പൊ ആചാര്യ പറഞ്ഞ ഒരു വണ്ടി ക്യാൻസറിന്റെ ആ RCC-യുടെ ആവശ്യമല്ലോ. ഇതൊക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി. ഇന്നാണ് എൻ്റെ മക്കൾ പറഞ്ഞു വാട്സപ്പ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ എന്താ മറ്റേ യൂട്യൂബ് യൂണിവേഴ്സിറ്റി. ആ പുതിയ യൂണിവേഴ്സിറ്റികൾ അവിടെ നിന്നുള്ള വിവരങ്ങളാണെന്നാ പറഞ്ഞു. ആയുർവേദത്തിൽ ഞാൻ അത് കേട്ടിട്ടില്ല കേട്ടാ. ഏതില്? ആയുർവേദത്തിൽ ഞാൻ ഈ ലക്ഷ്മി തരും മുള്ളാത്തേയും കേട്ടിട്ടില്ല. ഈ വാട്സപ്പിൽ ഇല്ലാത്ത വല്ല സാധനങ്ങളുണ്ടാവും. നിങ്ങൾ പറഞ്ഞ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എടുക്കാത്ത ഒരാളും ഇന്ന് ലോകത്തില്ല. ഉണ്ടാവും. ചുരുക്കത്തിൽ അച്ഛനും അമ്മയും എല്ലാത്തൊക്കെ ഉണ്ട്. വരട്ടെ, ദുനിയാവ് അങ്ങനെ നന്നാകട്ടെ എന്ന്. വടക്കാകാതിരുന്നാ മതി. എന്താ പഞ്ചപാണ്ഡവന്മാരെ 4 ആളുള്ളൂ. 5ാമനെ കാണാൻ വേണ്ടി പോവുക. അതെ. തിരുമേനി കുറച്ച് ദിവസമായിട്ട് ലീവാ, കാണാനില്ല. എന്താന്നും അറിയില്ല. ആയിക്കോട്ടെ, എന്നാ ശരി, വാ കേറ്. ഇന്നിപ്പോ എന്താ ക്ലിനിക്ക് ഇല്ലേ? ഇന്ന് അവിടെ കുറച്ച് റിപ്പയർ വർക്ക് നടക്കുന്നുണ്ട്, മെയിൻ്റെനൻസ് ഒക്കെ. അപ്പൊ പിന്നെ ഞാൻ ഇന്ന് പോയില്ല. അത് ശരി. എന്ത് പറ്റിയതാണ് നമ്മുടെ നമ്പൂരി ഭാഷ? എന്താന്നിപ്പോ നമുക്കൊരു പിടുത്തല്ല. 2-3 ദിവസമായി
ഞാൻ വിളിക്കുന്നുണ്ട്, മൂപ്പര് ഫോൺ എടുക്കൂല. മാഷ് എല്ലാ ആഴ്ചയിലും അവിടെ ചെക്കപ്പിന് വരാറുണ്ട്. അതെ അതെ. കുറെ നാളായിട്ട് കാണുന്നില്ല. അപ്പൊ ഞാനും ഒന്ന് അന്വേഷിക്കണം. ആരോഗ്യത്തിലൊക്കെ വലിയ ശ്രദ്ധ ഉള്ള മനുഷ്യരായിരുന്നല്ലോ. നമ്മുടെ വലിയേട്ടന്റെ വലിയ അടുത്ത സുഹൃത്തുമാണല്ലോ. അതെ അതെ, എനിക്കറിയാം. നമ്മളെയൊക്കെ ഉപദേശിച്ചിരുന്ന ആളല്ലേ, ആരോഗ്യ പരിപാലനത്തെ കുറിച്ചിട്ട് നമ്മളെ ഉപദേശിച്ചിരുന്ന ആളല്ലേ മൂപ്പര്. ആ മുതലതായിരിക്കണം അവിടെ പാട്ടും കേട്ട് ഒത്തിരിക്കാനുള്ള കുഴപ്പമില്ല. എന്താ തിരുമേനി പാട്ടൊക്കെ കേട്ടിങ്ങനെ സുഖിച്ചിരിക്കാണ്. എന്താ പാട് സുജായിട്ടാണല്ലോ ഇരിപ്പ്, ഇവിടെ പോകാനുള്ളത്. നമുക്കിപ്പോൾ എന്തുണ്ടായിട്ട് എന്തില്ലാണ്ട. അലമാരയിൽ ഇങ്ങനെ കുറേ ഷർട്ടുകളും ഡ്രസ്സും മുണ്ടുകളും എല്ലാം ഇരിക്കുന്നുണ്ട്. എൻ്റെ മാത്രമല്ല, മക്കളുടെ ഉണ്ട്. എവിടെയും പോകാനൊന്നുമില്ല. അപ്പം അങ്ങനെ നല്ല ചമഞ്ഞിരിക്കാലോ. അത് മുന്തിയ പരിപാടി. ഇതിപ്പോൾ കാലും വലി ഇപ്പം എന്താ ഇതുകൊണ്ടാണോ പുറത്തേക്ക് ഇറങ്ങാത്തത്? അതിൻ്റെ ഉത്തരം ഡോക്ടറാണ് പറയേണ്ടത്. ഞാൻ എല്ലാ ആഴ്ചയും ഡോക്ടറെ അടുത്ത് വരാറുണ്ടായിരുന്നു. ഷുഗറില്ല, പ്രഷറില്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാലൊന്ന് തട്ടി നോക്കുമ്പോൾ ഷുഗർ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. അല്ല, അതിപ്പോ ഈ എല്ലാ ആഴ്ചയും ഷുഗർ ചെക്കാറ്, പ്രഷർ ചെക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇതുണ്ടായാലും എന്റെ അടുത്ത് വരണോ വേണ്ടേ? അതെന്തെങ്കിലും ഡോക്ടറെ കാണാൻ പോകാത്ത നമ്പൂരി? പക്ഷേ ഇപ്പം നിങ്ങളെ ഈ കാലിൻ്റെ പ്രശ്നം കൊണ്ടാണോ നിങ്ങൾ നടക്കാൻ വരാത്തത്? ഞങ്ങളപ്പോൾ അങ്ങനെ പെരെ കുത്തിരുന്നാൽ അത് മാറുമോ? കാലിൻ്റെ പ്രശ്നമൊന്നും ഒരു പ്രശ്നമല്ല ആചാരെ. നമുക്ക് ഈ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്താമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് മതിയായി. എല്ലാം ഇപ്പോൾ നമ്മളിപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിലിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. മക്കളൊക്കെ ഒരു നിലയ്ക്കായി. എൻ്റെ ഭാര്യ മരിച്ചു, വേറെ ആരുമില്ല. അപ്പോൾ ഞാനിങ്ങനെ എനിക്കിനി മതിയായി. ഞാനിപ്പോൾ ഇനി കുറേ നടന്നിട്ടോ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ടോ കുറേ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചിട്ടോ പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു, പാട്ടൊക്കെ കേട്ടിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാലും മരിക്കണവരെ നമ്മൾ ആരോഗ്യം നമ്മൾ നോക്കണ്ടോ? പിന്നെ അത് വേണ്ടേ? അതിപ്പോൾ എൻ്റെ തിരുമേനി, കേരളത്തിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു മരിക്കണ പ്രായമൊന്നുമല്ല. നിങ്ങൾ കുറേ കൂടെ, ഞാൻ പറയുകയാണെങ്കിൽ കുറേ കൂടെ സമൂഹജീവിയാവുക, കുറേ ആൾക്കാരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുക, ഇടപഴകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ലെന്ന്. ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യമൊന്നും ആയിട്ടില്ലല്ലോ. സാമൂഹ്യ ജീവിതം ഒക്കെ ശരി തന്നെയാണ്. സാമൂഹ്യ ജീവിതം മനുഷ്യർ ബന്ധപ്പെടണം ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മുടെ എന്താ ഈ സാമൂഹ്യ ജീവിതം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ നാട്ടിലിപ്പോൾ ന്യായമായ കാര്യങ്ങളുണ്ടാവാം, അന്യായമായ കാര്യങ്ങളുണ്ടാവാം, പലതും ഉണ്ടാവാം. ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ അപ്പോൾ രാഷ്ട്രീയം വന്നു, അതിൽ സമുദായം വന്നു, ജാതി വന്നു, മതം വന്നു, പ്രശ്നങ്ങൾ എന്താ ഇപ്പോൾ കാര്യമുള്ളത്? അങ്ങനെയൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, ഈ കർമ്മം എന്ന് പറയുന്ന കാര്യം, കർമ്മങ്ങൾ കഴിയുക. ഇപ്പം എൻ്റെ അതിലിപ്പോൾ നിങ്ങൾ പറഞ്ഞ പ്രായത്തിൻ്റെ കാര്യം, ഇപ്പോൾ പിന്നെ അങ്ങനെ പലതും ഉണ്ടാവും, ഇത്ര പ്രായത്തിലാണ് അങ്ങനെയൊന്നുമില്ല. എന്നെ സംബന്ധിച്ചോളം എൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനിനി ഈ ഭൂമിക്കൊരു ഭാരമായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് സമാധാനമായിട്ട് അവസാനിപ്പിച്ചുകൂടെ? പിന്നെ എന്തിനാ ഈ വെറുതെ ഈ ഭൂമിക്ക് മറ്റുള്ളവർക്കും കൂടി അനുഭവിക്കേണ്ട വിഭവങ്ങളും കാര്യങ്ങളും നമ്മൾ അനുഭവിക്കേണ്ട, നമ്മളെ കൊണ്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അല്ല, അതിപ്പോൾ ഇപ്പോൾ ഒരു വാഴ ഇപ്പോൾ കുലച്ചു, വാഴ കുലച്ചു കഴിഞ്ഞാൽ അത് വെട്ടുക എന്നുള്ളതാണ്. പിന്നെ ഈ വാഴയ്ക്ക് പിന്നെ വേറെ ഇതില്ല. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു. വെറുതെ പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ നടന്നോളൂ, നിങ്ങളുടെ ആരോഗ്യം നോക്കിക്കോളൂ, എനിക്ക് ഒരു വിരോധമില്ല. എനിക്ക് മതിയായി, ജീവിതത്തിൽ മതിയായി. ഞാനെന്താ വെച്ചാൽ ഞാൻ വളരെ ഭംഗിയായിട്ട് ജീവിച്ചു. ഞാൻ ഇതേവരെ ഒരു പുക വലിച്ചിട്ടില്ല, ഒരു മദ്യപാനമില്ല, ഒരു നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ ഭംഗിയായിട്ട് വന്നിട്ടും ഷുഗർ വന്നു, അത് വേറെ കാര്യം. അത് പോട്ടെ, അത് പിന്നെ പറയാൻ പറ്റില്ല, അതൊക്കെ പലതും വരും. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് മനുഷ്യൻ്റെ. ജീവിതശൈലി, എൻ്റെ ജീവിതശൈലി മോശമാണോ? ഞാൻ നിങ്ങളുടെ കൂടെ നടക്കാൻ വരാറില്ലേ? അല്ല, അത് ഞാൻ ഈ വാട്സപ്പിലും യൂട്യൂബിലും പറഞ്ഞില്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളല്ലേ.
കൃത്യമായിട്ട്. വാട്സപ്പ് യൂട്യൂബ് ഉള്ള കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അതിന് അങ്ങനെ എനിക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാറില്ലേ വന്നാലേ. അതിനാവശ്യമുള്ള സമയത്ത് അതിൻ്റെ വേണ്ട മരുന്നുകൾ കഴിക്കുക, കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളൊരു 25 വയസ്സും കൂടെ താഴെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ അസുഖം ഞാൻ മാറ്റി തന്നിരുന്നു. അപ്പൊ ഏതായാലും എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ സംതൃപ്തൻ, എനിക്ക് മതിയായി എന്നുള്ളതാണ്. അങ്ങനെയുണ്ടല്ലോ നമുക്ക്, ഞാൻ തൃപ്തനാണ്. എനിക്കൊന്നിനും നേടാനില്ല, ഒന്നിനും ആവശ്യങ്ങളില്ല. എൻ്റെ ജീവിതം ഐ ആം കണ്ടന്റഡ്. അല്ല അമ്പുരാസേ, പടച്ചോൻ നമ്മളങ്ങോട്ട് ഇറക്കുമ്പോൾ പടച്ചോനൊരു തീരുമാനം ഉണ്ടല്ലോ നമ്മൾ എത്ര കാലം ഇവിടെ നിൽക്കണം എന്നുള്ളത്. അത് നമ്മൾ അനുസരിക്കണ്ടേ? അതല്ല അതിൻ്റെ ഒരു ശരി. അല്ല നമ്മളായിട്ടല്ല ഇപ്പം ഇങ്ങോട്ട് വന്നത്. നമ്മൾ പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്തിട്ടല്ലല്ലോ നമ്മൾ അങ്ങോട്ട് ദുനിയാവിലേക്ക് കൊടുന്നത്. അപ്പോൾ കൊണ്ടുപോകാനും പടച്ചോനൊരു തീരുമാനം ഉണ്ടാവും. അതുവരെ നമ്മൾ പടച്ചോനെ ബോധ്യപ്പെട്ട് ജീവിക്കണ്ടേ? അതാ വേണ്ടത്. അങ്ങനെ ഇപ്പോൾ പടച്ചോനെ സന്തോഷിപ്പിച്ച് ജീവിക്കപ്പോൾ ഞാൻ വിചാരിക്കുന്നു അത് കലക്കി. അപ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ ഇപ്പം നിങ്ങളെ തീരുമാനം? അല്ല, അത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒന്നല്ല അജയരെ. നിങ്ങളിപ്പോൾ ആത്മഹത്യ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സങ്കല്പത്തിലല്ല അത് വേറെ ഒന്നാണ്. അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. എങ്ങനെ ആയാലും നിങ്ങൾ ഒറ്റപ്പെട്ട് നിങ്ങൾ പറഞ്ഞു. പക്ഷെ നിങ്ങളെ മക്കളും കുട്ടികളും ഇല്ലേ, അവർക്ക് വാപ്പ വേണ്ടേ? എന്തിനത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊരു സമയം കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ സ്വതന്ത്രരായി, അവരുടെ ജീവിതമായി. നിങ്ങളിപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ മാറിയെന്ന് എനിക്ക് മനസ്സിലായി. മാറാനൊന്നുമില്ല, അത് ഞാൻ നല്ല പോലെ ആലോചിച്ചിട്ടുള്ളൊരു തീരുമാനം. കാരണം എല്ലാ ആഴ്ചയും എൻ്റെ ക്ലിനിക്കിൽ ഞാൻ ഇനി ഒരു ക്ലിനിക്കിലും വരില്ല, ഒരു നടത്തത്തിനും ഇല്ല, ഒരു ഇതുമില്ല. ഞാൻ കുറേ കാര്യങ്ങൾ ഈ യൂട്യൂബിൽ നിന്ന് വാട്സപ്പിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പ്രകാരം ഞാൻ ഇനി മുന്നോട്ട് പോകും. യൂട്യൂബും വാട്സപ്പും പറഞ്ഞാണ് ഇപ്പം നിങ്ങൾ അനുസരിക്കാൻ പോണിഞ്ഞി. അല്ല, അപ്പോൾ ചുരുക്കം പറഞ്ഞപ്പോൾ ഡോക്ടർമാർ ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് പണിയില്ല എന്നർത്ഥം അല്ലേ? അല്ല, അങ്ങനല്ല, നിങ്ങൾ വേണ്ടി വരും, അത് വേറെ കാര്യം. അല്ല, നിങ്ങളുടെ മാത്രമാണ് ഒരു പ്രധാന, നിങ്ങളെ മാത്രം എല്ലാവരും ആശ്രയിക്കുന്ന ഒരു കാലം കഴിഞ്ഞു പോയി. എല്ലാവർക്കും അറിവുകൾ കിട്ടുന്നൊരു കാലം വന്നു. എല്ലാവർക്കും അറിവ്, നിങ്ങളുടെ അറിവ് ഇവരുടെ കുത്തകയായിരുന്നല്ലോ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ രോഗങ്ങളെ പറ്റി അറിയാം, എങ്ങനെ രോഗങ്ങൾ മാറ്റാം, എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സാ രീതികൾ, ഇതൊക്കെ അറിയാവുന്നൊരു സംവിധാനമുണ്ട്. എല്ലപ്പാ ഈ യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ നോക്കി ചികിത്സിച്ചവരൊക്കെ അവസാന സമയത്തേക്ക് ഈ ആശുപത്രി പോണത് ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മളെ ഈ ഹയാത്തിൽ. അല്ല, അത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഞാൻ അങ്ങനെ തർക്കിക്കാനൊന്നുമില്ല. ഞാൻ എൻ്റെ ചില കാര്യങ്ങളിൽ ഞാൻ ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളതാണ്. ഞാൻ പോകുന്നൊരു ഉപദ്രവത്തിന് വന്നിട്ടില്ല. നിങ്ങളെ വല്ല ഉപദ്രവത്തിന് വന്നിട്ടുണ്ടോ? ഞാൻ അല്ല, നിങ്ങൾ വേണ്ട. പക്ഷെ ഞമ്മക്കൊരു വിഷമമുണ്ടല്ലോ, നമ്മളൊക്കെ ഉള്ള സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഷമം വേണ്ട. ഞാൻ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ല, ഞങ്ങളിപ്പോൾ ഇപ്പോൾ എല്ലാ ആഴ്ചയും അവിടെ ക്ലിനിക്കിൽ വന്നിരുന്ന ആളിനെ കുറേ നാളായിട്ട് ഇപ്പോൾ കാണുന്നില്ല. അപ്പം ഞാനിത് എന്ത് പറ്റിയെന്ന് ആലോചിച്ചിട്ട് വരുമ്പോഴാണ് ഇവർ ഇങ്ങോട്ട് നടന്നു വരുന്നത്. അല്ല, അതിലിപ്പോൾ ഒരു പേഷ്യൻ്റ് പോയ വിഷമാണോ അതോ എന്നെ കാണാത്ത വിഷമാണോ, എന്താണ്? അല്ല, അറിയാലോ. അല്ല ഡോക്ടറെ, ഇതിന് ഇങ്ങനെ ഈ പിന്നാക്കം പോണതിന് എന്തോ ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ ഒരു പേഷ്യന്റ് ഒരു സൂക്കടുണ്ടല്ലോ, എന്താണ് ഒരു ഡിപ്രഷൻ എനിക്കില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കില്ല. അല്ല, അത് ഇപ്പൊ വലിയവർക്ക് മാത്രല്ല, ഇതിപ്പോഴത്തെ ഒരു പേഷ്യന്റ് ആയിരിക്കും കുട്ടിയൊക്കെ അടക്കണ്ട. ഡിപ്രഷൻ എന്നുള്ള സംഭവം അത് വളരെ മാരകമായൊരു സംഭവം തന്നെയാണ്, ഒരു അസുഖം തന്നെയാണ്. ഇത് മനുഷ്യനെ വളരെ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അവൻ്റെ ചിന്തകളൊക്കെ പലയിടത്തേക്കും പോകും. അപ്പോൾ ഡിപ്രഷൻ നമ്മളെപ്പോഴും ചികിത്സിച്ച് തന്നെ റെഡിയാക്കണം. അത് നോർമലായി പോയാലേ ഒരു സ്വാഭാവികമായ ലൈഫ് ഉണ്ടാവുള്ളൂ. എന്നാലേ നമ്മളെ പേരക്കുട്ടിക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാതെ മടിച്ചു നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓളെ മടിയുണ്ടാവുന്ന. അപ്പോൾ ഓളെ ചീത്ത അറിയണ്ട, ബോളം വെക്കണ്ടെന്നൊക്കെ നമ്മൾ മോളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താ സ്ഥിതിച്ചാൽ അവിടുന്ന് ആ UKGയിലെ ടീച്ചർ പറഞ്ഞയച്ചിരിക്കണം ഓൾക്ക് ഡിസ്പെർഷനാണ്. എന്താ പറ്റിയ ജാതി അപകടം കുട്ടിയൊക്കെ വരെ. അതും ഈ ടീച്ചർമാർ പറഞ്ഞല്ലേ കുട്ടികൾ പറഞ്ഞ തമാശ എന്നുള്ള രീതി കാണരുത്. അവൾക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്നോ അവിടെ നിന്ന് ഉണ്ടാകുന്ന ആ സാഹചര്യങ്ങളാണ് ആ കുട്ടീനെ ഈ ഡിപ്രഷൻ മൂഡിലേക്ക് ആക്കുന്നത്. അത് ആ കുട്ടിയുടെ വളർച്ചയിലൊക്കെ ബാധിക്കുന്നൊരു വിഷയം. ആ ഡോക്ടറെ, അങ്ങനെ എല്ലാം അങ്ങനെ ഒരു സയൻറ്റിഫിക്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും മാഷായിരുന്നില്ല, കുറേ കാലം കുട്ടികളെ പഠിപ്പിച്ച ആളാണ്. സയൻസൊക്കെ എനിക്കറിയാം. പക്ഷെ എല്ലാം അങ്ങനെ കണക്കാക്കണ്ട. നമ്മളിത് വളരെ ആലോചിച്ചിട്ടുള്ള, എനിക്ക് ഡിപ്രഷനൊന്നുമില്ല. എനിക്കിതിന് ഒരു ഡിപ്രഷനുമില്ല. ഞാനിത് സുചിന്തിതം എന്ന് പറയും, സുചിന്തിതമായിട്ടുള്ള ഒരു തീരുമാനമാണ്. എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾക്ക് പോകുന്നൊന്നുമില്ല.
ഈ സോക്കേട് വന്നാൽ എല്ലാവരും പിന്നെ അങ്ങനെ തന്നെ പറച്ചില്. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ പുറത്തിറങ്ങണം. നമ്മൾ രാവിലെ നാളഞ്ഞിപ്പോൾ നമ്മളെ നടത്തം ഇങ്ങോട്ടാക്കാം, ഇവിടുന്ന് മൂപ്പരെയും കൂട്ടിയാണ്ടോ. അതെ ശരി. ഇങ്ങോട്ടൊരു മനുഷ്യനെ ഇപ്പം നിങ്ങളിപ്പോൾ വന്നു, ശരി, ഒരു മനുഷ്യൻ്റെ കുട്ടി ഇങ്ങോട്ട് വരണ്ട, എനിക്ക് ഒരു ആവശ്യമില്ല. നിങ്ങൾ കൊന്നാലും വേണ്ടില്ല ഞങ്ങൾ രണ്ടുപേരും. ഒരു വന്നോളൂ കൊണ്ടുവരാ വെക്ക എന്നാ ബില്ലവിടെ. എല്ലാം പറഞ്ഞൊക്കെ ഉണ്ടോ? ബർഗർ, ഷവായ് ചിക്കൻ പറഞ്ഞിരുന്നു, നാൻ, മട്ടൺ സ്റ്റ്യൂ, ഷവർമ, ബ്രോസ്റ്റഡ് ചിക്കൻ അതുണ്ടോ? പിന്നെ തവ ഫിഷ് ഉണ്ടോ? ചിക്കൻ മന്തിയും ബീഫ് കൊണ്ടാട്ടം ഉണ്ട്. എത്ര? 2250. അല്ല, വേറെ ചില ഐറ്റംസിനും കൂടി ഞാൻ പറഞ്ഞിരുന്നല്ലോ. രണ്ടാമത് വിളിച്ചു പറഞ്ഞു അത് എത്തിക്കണം. അപ്പോൾ അതും കൂടി വന്നതിന് ശേഷം പേയ്മെന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന്റെ പൈസയും കൂടി ഇതിൽ കൂട്ടിക്കോളൂ. ആ ശരി. ഇത് ആർക്കാണ് 50 രൂപ പക്ഷേ? നിങ്ങളെ ലോകക്കാർക്ക് ആർക്കെങ്കിലും കൊടുത്തേക്കുള്ളതാ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തൃപ്തനായി ഇനി ഇവിടെ അങ്ങോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് പലതരത്തിൽ പോവാം. ഇപ്പോൾ വിഷം കുടിക്കാം, ട്രെയിനിന് തല വയ്ക്കാം, കയറിട്ട് ചാവാം, കുടുക്കിട്ട് ചാവാം. അതൊന്നും എനിക്ക് പറ്റില്ല, എനിക്കതൊക്കെ പേടിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാനിങ്ങനെ ഈ ഡോക്ടർക്കൊക്കെ അറിയാം, ഈ ഡോക്ടർമാരെ പോലുള്ള ആൾക്കാരൊക്കെ യൂട്യൂബിലും ഇതിലൊക്കെ ഇങ്ങനെ ഞാനത് കാണാറുണ്ട്. അപ്പോൾ ഈ ഓരോ സാധനങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും, പ്രഷർ വരും, മറ്റേ ഹാർട്ട് നിൽക്കും, ലിവർ പോവും, കിഡ്നി പോവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ അതൊക്കെ കഴിച്ച് നല്ല രുചിയുള്ള സാധനങ്ങളാണേ, സംഗതികളൊക്കെ നല്ല ഗംഭീരമായ സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിച്ചിട്ട് നന്നായി കഴിച്ച് നല്ല രുചിയോട് കൂടിയിട്ടുള്ള ഒരു ആത്മഹത്യ, സ്വാദുള്ള ഒരു ആത്മഹത്യ, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത്രയും കാലം എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്ര കാലം ഞാൻ ഈ വെണ്ടയ്ക്കും ഇതൊക്കെ, അപ്പോൾ ഞാൻ നല്ല നല്ല സാധനങ്ങൾ കഴിച്ചിട്ട് അതുകൊണ്ട് വരണങ്ങോട്ട് വരട്ടെ, മരിക്കണമെങ്കിൽ മരിക്കണം, അങ്ങനെ മരിക്കാൻ തീരുമാനിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതൊക്കെ വരുത്തിയിട്ട്. അധികമൊന്നുമില്ല, അതൊക്കെ അളവൊക്കെ കുറവാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്, ബർഗറുണ്ട്, ഷവർമയുണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഒരു വേറൊരു ഐറ്റം കൂടി വരും, അങ്ങനെ ചില സാധനങ്ങളുണ്ട്. അപ്പോൾ തിരുമേനി ഇതൊരു പതിവാക്കേണ്ട പരിപാടിയാന്ന് തോന്നുന്നത്. അങ്ങനെ പതിവായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് സന്തോഷമായിട്ടുള്ള ഒരു ആത്മഹത്യയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ മോശമാണോ? നല്ലതല്ലേ? ആ, അതൊരു നല്ല ഐഡിയ അല്ലേ? ആ, അതാണ്. ഇതിപ്പോ നമ്മളെ സമുദായത്തിന് എതിരാവില്ല കേട്ടോ, തിന്നു മരിക്കല്. നിങ്ങളാ പാക്കറ്റ് വർക്കി, നമ്മളേതായാലും ഇത് തീർത്തിട്ട് പോകാം. ഇങ്ങനെയാണെങ്കിൽ തരക്കടില്ല, ഇങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ഞാനും തയ്യാറാ. എന്താ സുഖമായിട്ടുള്ളൊരു മരണം, തിന്ന് സുഖിച്ച മരണം. എന്തേ? എന്നാ പിന്നെ നമ്മളെ കൂടെ കൂടുമല്ലേ? അപ്പൊ ആചാര്യ കൂടെ നമ്മളോട് കൂടന്നെ, അതല്ലേ ഒരു ഭംഗി. പോട്ടെ സാറ് 3 ഐറ്റംസ് അല്ലേ? ഐസ്ക്രീം, ജിലേബി, രസഗുള, 3 ഐറ്റംസ് ഉണ്ട്. 3 ഐറ്റംസ് അല്ലേ? പേയ്മെന്റ് സാർ? എന്താ അപ്പൊ ഇത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. Oh.